ബിഗ് ബോസ് സീസൺ 6 അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ മൊത്തം ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണുന്ന പ്രേക്ഷകരും അതോടൊപ്പം ഇതിനു മുൻപ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മത്സരിച്ചിട്ടുള്ള മത്സരാർത്ഥികൾ ഉൾപ്പെടെ ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ് ഇത്രയധികം സൈബർ ബുള്ളിങ് അനുഭവിച്ചിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ഉണ്ടാവില്ല എന്നുള്ളത്. ജാസ്മിൻ ജാഫറിനെ പറ്റിയിട്ടാണ് എല്ലാവരും പറയുന്നത്. ഒരുപാട് സൈബർ ബുള്ളിങ്ങിൽ കൂടിയാണ് ജാസ്മിൻ ജാഫർ ഈ ഒരു 75ാമത്തെ ദിവസം വരെ ആ വീട്ടിൽ നിന്നു പോകുന്നത്. ആദ്യം മുതലേ ഇവൻ ഫസ്റ്റ് വീക്ക് മുതൽ തന്നെ ഈ ഒരു സൈബർ ബുള്ളിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടസ്റ്റന്റിനെ മാത്രം വെച്ചിട്ടല്ല, കണ്ടസ്റ്റന്റിന്റെ ഫാമിലിയെ പറ്റി കൂടിയിട്ട് ആ ഒരു രീതിയിൽ അത്ര മോശമായിട്ടുള്ള ഒരു സൈബർ ബുള്ളിങ് അനുഭവിക്കപ്പെടുന്നത് ജാസ്മിന്റെ ഫാമിലി തന്നെയായിരിക്കും. ജാസ്മിന്റെ വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും ഈ ഒരു കാര്യത്തിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വളരെയധികം സൈബർ ബുള്ളിങ് ചെയ്തുകൊണ്ടിട്ട് തന്നെ ജാസ്മിന് എതിരെ വർക്ക് ചെയ്യുന്ന കുറെ PR ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി അതിൽ ശ്രദ്ധേയമാണ്. ഡേ ബൈ ഡേ ആ ഒരു സൈബർ ബുള്ളിങ് കൂടി വരികയും ജാസ്മിനോടുള്ള വെറുപ്പ് സാധാരണമായിട്ട് ഉള്ള പ്രേക്ഷകർക്ക് വളരെയധികം കൂടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഈ കുറച്ചൊരു 2-3 ആഴ്ചകളായിട്ട് ആ ഒരു ബുള്ളിങ്ങിന്റെ ലെവൽ കുറയുന്നതുമുണ്ട്. അതോടൊപ്പം ജാസ്മിന് കുറച്ചുകൂടി അക്സെപ്റ്റൻസ് ലഭിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ. ജാസ്മിൻ ജാഫറെയും ഇതിനു മുമ്പ് എവിക്റ്റ് ആയി പോയിട്ടുള്ള ഗബ്രിയെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു ഇത്രയധികം സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നതായിരുന്നു മുഴുവൻ ഓഡിയൻസിനും അറിയേണ്ടിയിരുന്നത്. ഇവൻ ആ വീടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന മറ്റ് മത്സരാർത്ഥികൾക്ക് പോലും ആ ഒരു കാര്യം അറിഞ്ഞാൽ മാത്രമേ മുമ്പോട്ട് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വരെ ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതായിരുന്നു. എന്താണെങ്കിലും ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. ഫിസിക്കൽ ടാസ്കിലാണെങ്കിലും മെന്റൽ ടാസ്കുകളിലാണെങ്കിൽ പോലും ജാസ്മിൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ആ വീട്ടിലുള്ളവരിൽ തന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടോപ്പ് 3യിൽ വരാനുള്ള വലിയൊരു സാധ്യത ജാസ്മിന്റെ മുമ്പിൽ കാണുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നുണ്ട്. ഒരുപാട് ബിഗ് ബോസിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും അത്തരത്തിൽ സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ മിക്കവാറും ടോപ്പ് 3യിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ ഒരാഴ്ച ഫാമിലി വീക്കായിരുന്നു. ഈ ഫാമിലി വീക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും അതിനപ്പുറം കുറെ ചർച്ചകളുമൊക്കെ ജാസ്മിന്റെ ഫാമിലിയെ ചുറ്റപ്പെട്ട് നടക്കുകയുണ്ടായി. ജാസ്മിന്റെ അച്ഛൻ ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന സിറ്റുവേഷൻ എന്തായിരിക്കും എന്നുള്ള പ്രഡിക്ഷൻസ് ആയിരുന്നു ഈ ഒരു ചർച്ചകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് തന്നെ. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ പോലും ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രതികരണം അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതും മറ്റൊരു തരത്തിലൊരു ചർച്ചയിലേക്ക് പോവുകയുണ്ടായി. അതോടൊപ്പം ജാസ്മിന്റെ അച്ഛൻ അവിടെ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളുമാണ് ഇപ്പൊ മറ്റൊരു രീതിയിലേക്കുള്ള ഒരു വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ജാസ്മിന്റെ പ്രതിസുത വരനായിരുന്ന ജാസ്മിൻ ആ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ജാസ്മിനുമായിട്ട് വിവാഹ നിശ്ചയം നടത്തി വെച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന അഫ്സൽ അമീർ എന്ന് പറയപ്പെടുന്ന ആ ഒരു ചെറുപ്പക്കാരനെ ചുറ്റിപ്പറ്റിയിട്ട് കൂടി ഈ വിവാദങ്ങളൊക്കെ കത്തിപ്പോകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പൊ ഈ അഫ്സൽ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന് ഇതൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നുള്ള തരത്തിൽ വീണ്ടും ഒരു വെളിപ്പെടുത്തലുകളും കുറച്ച് കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വീണ്ടും അഫ്സൽ വന്നിട്ടുണ്ട്. അഫ്സൽ ഇപ്പോൾ പറയുന്ന ഇതിനു മുമ്പും പല രീതിയിലുള്ള പ്രതികരണങ്ങളും വെളിപ്പെടുത്തലുകളൊക്കെ അഫ്സൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഫാമിലി വീക്കിൽ ജാസ്മിന്റെ ഫാമിലി അതിന്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ബൊമ്മയായിരുന്നു ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അത് അഫ്സൽ കൊടുത്തതാണ് എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങൾ വരികയും അത് അഫ്സൽ തന്നെ കൺഫേം ചെയ്തിരുന്നു, ഞാൻ വാങ്ങിക്കൊടുത്തതാണ്, പക്ഷെ ഇപ്പോഴല്ല, ഇതിനു മുമ്പ് ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് കൊടുത്തതായിരുന്നു എന്നുള്ളതും. അതോടൊപ്പം ബിഗ് ബോസ് തുടങ്ങിയ ആദ്യ ആഴ്ചയിൽ തന്നെ ഈ ഒരു പാവ അവിടെയൊക്കെ അകത്തേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നും, പക്ഷെ ആ ബിഗ് ബോസ് ക്രൂ അത് കൊടുക്കാതെ തടഞ്ഞു വെക്കുകയായിരുന്നു എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ജാസ്മിന്റെ ഫാമിലിയെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ജാസ്മിന്റെ അച്ഛൻ ഈ ബൊമ്മ തന്നു വിട്ടാൽ മാത്രമേ അകത്തേക്ക് കയറുള്ളൂ, ഇല്ലെങ്കിൽ തിരിച്ചു പോകും എന്നുള്ള തരത്തിൽ ക്രൂവിനോട് സംസാരിക്കുകയും അവസാനം ഗത്യന്തരമില്ലാത്ത രീതിയിൽ തന്നെ ആ ഒരു പാവ അകത്തേക്ക് അവരുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ് ഉണ്ടായതും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ അഫ്സൽ സോഷ്യൽ മീഡിയ വഴി
അദ്ദേഹം കൊടുത്തുവിട്ട പല ഗിഫ്റ്റുകളും ജാസ്മിനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള പാവയായിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, എന്ത് ഓർണമെന്റ്സ് ആയിക്കോട്ടെ, പലതരത്തിലും അഫ്സലിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഗിഫ്റ്റുകളും വീടിൻ്റെ ഉള്ളിലേക്ക് ജാസ്മിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പാടെ ക്രൂ ശ്രമിച്ചിട്ടുള്ളത് അഫ്സൽ എന്നൊരു വ്യക്തിയെ ആ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ജാസ്മിൻ്റെ ചിന്തകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു അഫ്സൽ ബിഗ് ബോസ് ക്രൂവുമായിട്ട് നടത്തിയിട്ടുള്ള കുറച്ച് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ആ ഒരു ഇതിലുണ്ടായിരുന്നു. ആ സ്ക്രീൻഷോട്ടിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത് അത് തന്നെയാണ്. കാരണം ജാസ്മിനും ഗബ്രി എന്ന് പറയുന്ന ആ ഒരു കോണ്ടന്റ് നല്ല രീതിയിൽ പുറത്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ റേറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു റേറ്റിംഗ് കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതും അതിൽ വ്യക്തമാണ്. അത് ജെൻസിന്റെ ഷർട്ട് പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടില്ല. നമുക്ക് അങ്ങനെ ഇപ്പൊ ഒരാൾ ഗിഫ്റ്റ് കൊടുത്തത് അങ്ങനത്തെ സാധനം ഒന്നും കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് അത് ഹോൾഡ് ചെയ്തേക്കാണ്. ഔണാവാതിരിക്കൂ, സങ്കടപ്പെടാതിരിക്കൂ. ഇതൊരു ഗെയിം അല്ലേ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആളുകൾ അങ്ങനെ പല അഭിപ്രായങ്ങളും പറയും. അതിനൊന്നും മനസ്സിലേക്ക് എടുക്കണ്ട. എന്തായാലും ഈ പറഞ്ഞ വിവരം ഞാൻ എന്തായാലും അവിടെ അറിയിക്കാം കേട്ടോ. കൂളായിട്ടിരിക്കൂ. എനിക്കറിയാം ടഫ് സിറ്റുവേഷൻ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഷോ അല്ലേ. അപ്പൊ എല്ലാവരും അഭിപ്രായം പറയുന്നതൊക്കെ അതുകൊണ്ടും കൂടെയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പം ഇത്തരത്തിൽ ഇപ്പോൾ അഫ്സൽ പറയുന്നത് ആ വീട്ടിലേക്ക് കയറി പോകണം എന്നുള്ളതും ജാസ്മിനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കണം എന്നുള്ളതും ഇപ്പോൾ തൻ്റെ ലൈഫ് വളരെയധികം ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതിനും അപ്പുറമുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റുവേഷൻ ഡേ ബൈ ഡേ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് ജാസ്മിനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ച് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു സ്റ്റോപ്പ് മാർക്ക് ഇടണം എന്നുള്ളതാണ് അഫ്സലിന്റെ ആവശ്യം. കാരണം ജാസ്മിന്റെ ഉപ്പ ഇത്തവണ വീട്ടിൽ ചെന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അവരെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന അഫ്സൽ എന്നാണ് എന്നുള്ളത് പറയുന്നത്. അപ്പം പുറമേ പൊതുവെ ഒരു സംസാരം ഉണ്ടാവുകയാണ്, അഫ്സലും ജാസ്മിന്റെ ഫാമിലിയും ചേർന്നുണ്ടാക്കുന്ന ഒരു നാടകമാണിത്, ഇത്തരത്തിലൊന്നുമില്ല എന്നുള്ളതും ഈ ബന്ധം അവിടെ വെച്ച് അവസാനിക്കുകയാണ് എന്നുള്ളതും പിന്നീട് ഇവരെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിടുന്നതും അപ്പൊ ഇത്തരത്തിൽ എല്ലാത്തിനെയും കണക്ട് ചെയ്ത ഒരു ഡ്രാമയാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതൊക്കെ ആ ഒരു ചെറുപ്പക്കാരന് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നതാണ് അഫ്സൽ പറയുന്നത്. അപ്പൊ അഫ്സലിന് വേണ്ടിയിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി പോകണം, ജാസ്മിനുമായിട്ടൊരു 10 മിനിറ്റെങ്കിലും സംസാരിച്ച് എല്ലാം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ക്രൂവിനോട് വെളിവാക്കിക്കൊണ്ടിട്ടുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ സഹിതമാണ് അഫ്സൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. അപ്പം ഇനി ഈ ഒരു രീതിയിൽ ജാസ്മിൻ കാരണം പ്രോഗ്രാമിന്റെ റേറ്റിംഗ് കൂടുന്നുണ്ട് എന്നുള്ള ഒരു സത്യാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ അഫ്സലിനെ ആ വീട്ടിലേക്ക് കയറ്റി വിടാനും അവർ തമ്മിൽ സംസാരിക്കുന്നത് പോലും ഒരു കോണ്ടന്റ് ആക്കി മാറ്റാനുള്ള ഒരു സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു വരുന്ന 2 ആഴ്ചകളിലേക്ക് ഇത് നടക്കാനുള്ള സാധ്യതയില്ല. കാരണം അങ്ങനെയെങ്കിൽ ജാസ്മിന്റെ ഗെയിം ഭയങ്കര വീക്കാവും എന്നുള്ളത് കൊണ്ട് തന്നെ അത് ലാഗ് ചെയ്ത് വെച്ച് അതിനുശേഷമുള്ള ആഴ്ചകളിൽ ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള സംശയം കൂടിയുണ്ട്. എന്താണെങ്കിലും 75 ദിവസം ആയി നിൽക്കുന്ന ഈ ഒരു സമയത്ത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കുകൾ ഇപ്പോൾ ജാസ്മിൻ ആ വീട്ടിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം.